നമസ്കാരം. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിന്ന് നിർണായകമായ ഒരു ഉത്തരവ് പുറത്തു വന്നതിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങൾ ഒന്നടങ്കം ആ വാർത്ത മുക്കി എന്ന് പറഞ്ഞാൽ കേരളം ഞെട്ടണ്ടേ. ഇത്രയും ദിവസം ശബരിമലയിൽ നിന്ന് ആ ദേവസ്വം ബെഞ്ചിന്റെ SITയുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുമ്പോൾ ഓപ്പൺ കോർട്ടിൽ പല തരത്തിലുള്ള പരാമർശങ്ങൾ കോടതി നടത്തിപ്പോകുന്നതെല്ലാം സർക്കാരിനെതിരെ വലിയ ആഘോഷമായിട്ട് കൊണ്ടാടിയ മാധ്യമങ്ങളും ഒപ്പം തന്നെ അത് ഏറ്റുപിടിച്ച് CPM നേതാക്കന്മാരുടെ പേര് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കി വരുന്ന സന്ദർഭത്തിലാണ് പൊടുന്നനെ കോടതിയിൽ നിന്ന് SITയുടെ അന്വേഷണത്തിൽ തൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളും പ്രതിപക്ഷവും ചേർന്ന് നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് കോടതിയുടെ ഭാഗത്തു നിന്ന് വിധിയായിട്ട് പുറത്തേക്ക് വന്നത്. സ്വാഭാവികമായിട്ടും ഇന്നലകളിൽ തെറ്റ് ചെയ്യാത്തവരെ പ്രതിസ്ഥാനത്ത് നിർത്തി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയവർ അത് സമൂഹത്തിന്റെ മുന്നിൽ ഏറ്റു പറയാനുള്ള ഉത്തരവാദിത്തമില്ലേ? പക്ഷേ പറഞ്ഞില്ല. കോടതി ആ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം വഴിതെറ്റിക്കാൻ വേണ്ടി കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം അണിനിരന്നു നിന്ന് കോടതിയുടെ പരാമർശത്തെ വളച്ചൊടിച്ചുകൊണ്ട് CPM നേതാക്കന്മാരിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുന്ന ആ ഒരു പതിവ് തന്ത്രത്തിനെതിരെ കരണക്കുറ്റിക്കൊന്ന് കൊടുക്കുന്ന പ്രതികരണമായിട്ടാണ് ആ വിധിപ്രസ്താവം പുറത്തേക്ക് വരുന്നത്. ആ വിധിപ്രസ്താവം ജനം ആരും അറിഞ്ഞിട്ടില്ല. എന്തൊരു ഗതികേടാണ് നമ്മുടെ നാട്ടിൽ. മാധ്യമ പ്രവർത്തനം എന്നാൽ മാധ്യമ വ്യഭിചാരം എന്ന രീതിയിൽ അധപ്പതിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തങ്ങൾ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിവരക്കേടുകളും പൊട്ടത്തരങ്ങളും. അതായിരുന്നില്ല എന്ന് കോടതി ഉത്തരവ് അടിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ ആ വാർത്ത മുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ മാധ്യമ വ്യഭിചാരത്തെ നാട് വിചാരണ ചെയ്യേണ്ട കാലമായി എന്ന് പറയേണ്ടി വരികയാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ പേരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പേരൊക്കെ വലിച്ചിഴച്ചിരുന്നവരുടെ മുഖത്തേറ്റ അടിയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന വ്യക്തിയെ വലിച്ചു കീറി അടുപ്പത്ത് വെച്ച ആ വിധിയെ സംബന്ധിച്ച് മന്ത്രി MB രാജേഷ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ നടത്തുമ്പോൾ ആ വിഷയത്തെ വളച്ചൊടിക്കാൻ പിന്നെയും ശ്രമിക്കുന്നത് നിങ്ങൾക്ക് കാണാനാകും. കേരളത്തിൽ CPM എന്നൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് നിന്ന് എങ്ങനെയാണ് വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്നതും SITയുമായി ബന്ധപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വരെ സംശയം പ്രകടിപ്പിച്ചതിനെ ഹൈക്കോടതി തുറന്ന് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ട് അത് ഒരു സിംഗിൾ വാചകത്തിൽ പോലും ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കാണിക്കാതെ പൂഴ്ത്തിവെച്ച മാധ്യമങ്ങൾ ചെയ്യുന്ന ആ നെറുകേട് എന്താണെന്ന് നാടിനെ അറിയിച്ചതും ചില ഓൺലൈൻ മാധ്യമങ്ങളും പിന്നാലെ ഇന്ന് ആ വിധിപ്പകർപ്പിനെ മുൻനിർത്തിക്കൊണ്ട് മന്ത്രി MB രാജേഷ് ഈ നാടിനോട് തുറന്നു പറയുമ്പോൾ അത് കേരളം ഞെട്ടലോടെ കാണേണ്ട ഒരു കാര്യമാണ്. ഒരു സംവിധാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഒത്തൊരുമിച്ച് പണ ഇടപാടുകളിലൂടെ ഇവർ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ആ ഒരൊറ്റ വിധി പ്രസ്താവം മുക്കിയതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും MB രാജേഷിന്റെ ആ പ്രതികരണം നാട് കേട്ടിരിക്കണം. ഇത്രയും ഗുരുതരമായിട്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും വിമർശിച്ചുകൊണ്ട് ഒരു കോടതി വിധി പുറത്തു വരുമ്പോൾ അത് ജനമറിയാതെ പൂഴ്ത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മാധ്യമങ്ങളുമായി ചേർന്നുള്ള കൂട്ടുകച്ചവടത്തിന്റെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് നാട് തിരിച്ചറിയേണ്ടതാണ് ഈ പ്രതികരണം. ശബരിമല സ്വർണ്ണപ്പാളി വിഷയത്തിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള രേഖാമൂലമുള്ള നിരീക്ഷണങ്ങൾ അന്വേഷണത്തെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നതും അതേസമയം ശരിയായ ദിശയിൽ നടക്കുന്ന അന്വേഷണത്തെ അട്ടിമറിക്കാൻ മാധ്യമങ്ങളും ബാഹ്യശക്തികളും ചേർന്ന് നടത്തുന്ന പ്രവർത്തനങ്ങളെ രൂക്ഷമായി വിമർശിക്കുന്നതുമാണ്. യഥാർത്ഥത്തിൽ കോടതിയുടെ വിമർശനങ്ങൾ വളരെ ഗുരുതര സ്വഭാവമുള്ളതാണ്. മാധ്യമങ്ങൾക്കെതിരെയും ചില ബാഹ്യശക്തികൾക്കെതിരെയും. ബാഹ്യശക്തികൾ പ്രതിപക്ഷമാണെന്നുള്ളത് വ്യക്തമാണല്ലോ. ഇപ്പോൾ 2 ഉദ്യോഗസ്ഥരെ പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തിയതിനെതിരെ നിരന്തരം വാർത്ത കൊടുത്ത മാധ്യമങ്ങളുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത് ആ 2 ഉദ്യോഗസ്ഥരെ കോടതിയുടെ അനുമതിയോടെയാണ് ഉൾപ്പെടുത്തിയതെന്നും അവർക്കെതിരെ അധിക്ഷേപം ചൊരിഞ്ഞു എന്നുമാണ്. അവർ കഴിവും കാര്യക്ഷമതയും വിശ്വാസ്യതയുമുള്ളവരാണ് കോടതി പറഞ്ഞതാണ്. എന്താണ് ആക്ഷേപം ഉന്നയിച്ച പ്രതിപക്ഷ നേതാവിനും ആ ആക്ഷേപം പ്രചരിപ്പിച്ച മാധ്യമങ്ങൾക്കും പറയാനുള്ളത്? കോടതി നടത്തിയിട്ടുള്ള ചില നിരീക്ഷണങ്ങൾ സർക്കാരിനെതിരെ നടത്തിയതാണെങ്കിൽ എന്താകുമായിരുന്നു കേരളത്തിലെ സ്ഥിതി? കോടതി പറയാണ് പാരഗ്രാഫ് 8-ൽ കോടതിയുടെ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി SITയെ അനാവശ്യ സമ്മർദ്ദത്തിലാക്കുന്നു. ആരാ സമ്മർദ്ദത്തിലാക്കുന്നതെന്നും കോടതി പറയുന്നുണ്ട്. കോടതി പറഞ്ഞ വരികളാണ് ഞാൻ ഉദ്ധരിക്കുന്നത്, എൻ്റെ അല്ല.
അടിസ്ഥാനരഹിതമായതും തെറ്റിദ്ധരിപ്പിക്കുന്നതും ഊഹാപോഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമായ റിപ്പോർട്ടുകളിലൂടെ മുഖ്യധാരാ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളുമാണ് ചെയ്യുന്നത്. ഇനി ഇത് എന്തിനാ ചെയ്യുന്നത്? കോടതി പറയുന്നു ബോധപൂർവം സൃഷ്ടിക്കുന്നതാണ്. ഉദ്യോഗസ്ഥർക്കെതിരെ, അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഹൈക്കോടതിയാണ് പറയുന്നത്, രണ്ടംഗ ബെഞ്ചാണ് പറയുന്നത്. സെൻസേഷണലിസം മാത്രമാണ് ലക്ഷ്യം, പിന്നെ ഒരു പ്രത്യേക അഭിപ്രായമുണ്ടാക്കിയെടുക്കലും ആണ് ഈ പ്രചരണങ്ങളുടെ ലക്ഷ്യം. അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്നതും ജനവിശ്വാസം തകർക്കുന്നതുമാണ് ഈ പ്രചരണം, റിപ്പോർട്ടിംഗ്. ഇത് നീതിന്യായ സംവിധാനത്തിൽ, ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഇടപെടുന്നതാണ്. എന്നിട്ട് ഒരു മുന്നറിയിപ്പ് കൂടി കോടതി നൽകിയിട്ടുണ്ട്. പാരഗ്രാഫ് 8 പറയുന്നു, ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ്. ഇതുപോലൊരു അന്വേഷണം മാധ്യമ വിചാരണയുടെ നിഴലിൽ നടത്താനാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത്രയും രൂക്ഷമായ വിമർശനങ്ങൾ വന്നിട്ട് ഒരു വരി ഇന്നത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ കൊടുത്തില്ലല്ലോ, മുക്കിയില്ലേ? എന്താണത് കൊടുക്കാത്തതിൻ്റെ കാരണം? ഒന്നുകിൽ ഹൈക്കോടതി നടത്തിയ ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ തെറ്റാണെന്ന് പറയണം, അല്ലെങ്കിൽ അത് തിരുത്തുമെന്നെങ്കിലും പറയണ്ടേ. കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്ഥാപിത താൽപര്യത്തിനും വിശ്വാസ്യതയ്ക്കും നേരെയുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളല്ലേ ഇപ്പോൾ ഹൈക്കോടതി ഉയർത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അതിൽ പ്രതികരിക്കാത്തത്? പ്രതിപക്ഷം SIT ഉൾപ്പെടുത്തിയ 2 ഉദ്യോഗസ്ഥരെ കുറിച്ച് പ്രതിപക്ഷ നേതാവല്ലേ ആരോപണം ഉന്നയിച്ചത്? ആ പ്രതിപക്ഷ നേതാവിനുള്ള മറുപടി കോടതിയുടെ വിധിയിലുണ്ട്. കോടതി പറഞ്ഞിട്ടുള്ളത് അവർ കഴിവുള്ളവരാണ്, കാര്യക്ഷമതയുള്ളവരാണ്, വിശ്വാസ്യതയുള്ളവരാണ്, ട്രസ്റ്റ് വർത്തി ആണ് എന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇനി എന്ത് പറയാനുണ്ട്? അപ്പോൾ ബാഹ്യശക്തികളും മുഖ്യധാരാ മാധ്യമങ്ങളും ചേർന്ന് അന്വേഷണത്തിൽ ഇടപെടാനും ദുർബലപ്പെടുത്താനും ശ്രമിക്കുന്നു എന്ന ഗുരുതരമായിട്ടുള്ള വിമർശനം ഹൈക്കോടതി ഉയർത്തിയിരിക്കുകയാണ്. അത് കേരളം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സാധാരണഗതിയിൽ ഇതുപോലെ രൂക്ഷമായൊരു വിമർശനം സർക്കാരിനെതിരെയാണെങ്കിൽ ഞങ്ങളുടെ നേരെ തിരിച്ചു പിടിച്ച മൈക്കിന് മുമ്പിൽ ഞങ്ങൾ മറുപടി പറയണം. ഇപ്പം നിങ്ങളെല്ലാവരും തിരിച്ച് മൈക്ക് പിടിക്കുക, ഞാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടതാണ്. ഇത്രയും വിശ്വാസത്തിലുള്ള ഒരു സംഘം അന്വേഷിച്ചാണ് പത്മകുമാർ അടക്കമുള്ളവർ പ്രതിയാണെന്ന് കണ്ടെത്തിയത്. അല്ല, ഇതിനാദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി ഏത് ചോദ്യത്തിനും മറുപടി പറയാം. ബാക്കി എന്റെ ചോദ്യം, ഹൈക്കോടതി ഇത്ര രൂക്ഷമായി പറഞ്ഞിട്ടും നിങ്ങൾ ആ വാർത്ത എന്തുകൊണ്ട് മുക്കി? ഇത് സർക്കാരിനെതിരെയാണെങ്കിൽ ബ്രേക്കിംഗ് ന്യൂസ് അല്ലേ, തലക്കെട്ടല്ലേ, ചർച്ചയല്ലേ, അല്ലേ? ഇത്ര രൂക്ഷമായ പരാമർശങ്ങൾ. ഹൈക്കോടതി അന്വേഷണം ശരിയായ ദിശയിലാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങളാരും ഒരു ഘട്ടത്തിൽ അങ്ങനെ അല്ലാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. പറഞ്ഞത് നിങ്ങളല്ലേ, പ്രതിപക്ഷമല്ലേ? അപ്പൊ കേരളത്തിലെ മാധ്യമ പ്രതിപക്ഷ കൂട്ടുകെട്ടിന്റെ പ്രചരണത്തെ തുറന്നു കാണിക്കുന്നത് കൂടിയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി. ഇത് പറയാൻ നിർബന്ധിതമായത് നിങ്ങൾ കൊടുക്കാത്തതുകൊണ്ടാണ്. വാർത്ത നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഇതും കൊടുക്കുന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ, കൊടുക്കുന്നൊന്നും പ്രതീക്ഷയില്ല. ലൈവാണെങ്കിൽ ഒരുപക്ഷെ ഒരു തവണ കയറി പോയേക്കാം, പിന്നെ അത് വെളിച്ചം കാണില്ല എന്ന് പറയാം. പക്ഷെ പറയണ്ടേ, ഞങ്ങൾ 24 മണിക്കൂറും ദിവസം ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ അടിസ്ഥാനരഹിതമാണ് ഈ കാര്യങ്ങളെന്ന് കോടതി തന്നെ പറയുമ്പോൾ നിങ്ങൾ പറയുന്നില്ല. ഞങ്ങൾക്ക് പറയേണ്ട ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇത്രേ പറയാനുള്ളൂ. എന്തുകൊണ്ടിത് ഇത് ജനങ്ങൾക്കറിയാനുള്ള അവകാശമില്ലേ? കോടതി വിധി വെച്ചല്ലേ ഞാൻ ഈ പറയണത്. പാരഗ്രാഫ് 8 9 പറഞ്ഞ കാര്യങ്ങൾ 10 11 ഒക്കെ ആയിട്ട് പറഞ്ഞ ഈ കാര്യങ്ങൾ ജനങ്ങൾ അറിയരുത് എന്നെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുക? എന്തുകൊണ്ടാണ് ജനങ്ങളെ അറിയിക്കാതിരുന്നത്? അത് ഗൗരവമുള്ള ചോദ്യമാണ്. അപ്പം അതിനർത്ഥം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണല്ലേ? അല്ലെങ്കിൽ ഇതുകൂടി റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ശരിയാണ്. നിങ്ങൾ സ്വതന്ത്രമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഞാനിന്ന് എല്ലാ പത്രവും കണ്ട് ഞെട്ടിപ്പോയി. ഒറ്റ പത്രത്തിൽ മാത്രമേ വാർത്ത കൊടുത്തിട്ടുള്ളൂ, അത് ദേശാഭിമാനിയാണ്, വേറൊന്നിലും കൊടുത്തിട്ടില്ല. അതാ പറഞ്ഞത്, കോടതിയിൽ നിന്ന് മുഖത്തടിയേറ്റിട്ടും പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കുന്നില്ല, മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ല. അപ്പൊ ഇത് ജനങ്ങൾ അറിയണം. വേറെ മാർഗമില്ലാത്തോണ്ട് ഞാൻ പറയുന്നു,
നിങ്ങൾ അറിയിച്ചാലും അറിയിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ നാട്ടുകാരെ അറിയില്ലേ? ഇത് ഈ സർക്കാരിനെതിരെ നടത്തിയ തെറ്റായ പ്രചരണം തുറന്നു കാണിക്കുന്നതല്ലേ കോടതി വിധി? അല്ല, ഇപ്പോ തൽക്കാലം ഉന്നയിച്ച ഈ ആരോപണത്തിന് അദ്ദേഹം മറുപടി പറയട്ടെ. എന്നിട്ട് അദ്ദേഹം ആരോപണം ഉന്നയിക്കുക, ഓടി രക്ഷപ്പെടുക, പിന്നെ അടുത്ത ആരോപണമായിട്ട് വരിക, ഒന്ന് പൊളിഞ്ഞാൽ അടുത്തമായിട്ട് വരിക. ഇതിന് മറുപടി പറയാതെ എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാം. ഇതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? അദ്ദേഹം മാത്രമല്ല ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത്. മാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാതിരുന്നതിനും മറുപടി പറയണം. കൊടുക്കാതിരുന്നതിന് വാർത്ത കൊടുക്കാം അല്ലേ? അതല്ലേ സാധാരണഗതി. ഹൈക്കോടതി വാക്കാൽ നടത്തുന്ന പരാമർശങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് ആവുകയും തലക്കെട്ടാവുകയും ചെയ്യുന്ന കാലത്താണ് നമ്മൾ വാക്കാൽ കോടതി വളരെ കാഷ്വലായിട്ട് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ വലിയ തലക്കെട്ടാവുകയും ചർച്ചയാവുകയും ചെയ്യുന്ന സമയത്താണ് ഇതാ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങൾ ചർച്ചയാവാത്തത്. വാർത്ത പോലും കൊടുക്കുന്നില്ല. ഹൈക്കോടതിയെ പോലും ഇങ്ങനെ തമസ്കരിക്കാമോ? അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതും വരുമെന്ന പ്രതീക്ഷ എനിക്കില്ല. കാരണം കോടതി പറഞ്ഞത് തന്നെ മുക്കിയാൽ പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ ആരെങ്കിലും കൊടുക്കുമോ? പക്ഷേ ഇത് ഇന്ന് ഞങ്ങൾ പറയേണ്ടതാണല്ലോ. അതുകൊണ്ടാണ്. ശരി.